മുൻ SP സുനിൽ ജേക്കബിനെതിരെ DGPയുടെ സത്യവാങ്മൂലം. സമാന്തര അന്വേഷണ ഏജൻസി അംഗീകരിക്കാനാവില്ലെന്ന് DGP. അന്വേഷണ ഏജൻസിയുടെ മറവിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നു. സർവീസിലിരിക്കെ നിരവധി തവണ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് സുനിലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിലുള്ളത്? അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ DGP നേരിട്ട മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ വിഷയത്തിൽ അത് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതാണ് മുൻ SP-യുടെ പ്രവർത്തനങ്ങളെന്ന്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും പറഞ്ഞിരിക്കുന്നത്. മുൻ SP സുനിൽ ജേക്കബ് കൊച്ചിയിൽ നടത്തുന്നത് ഒരു പാരലൽ പോലീസ് സംവിധാനം എന്ന രീതിയിലാണ് കാണാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഇത് സംബന്ധിച്ച വിശദമായി അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 3 സിവിൽ പോലീസുകാർ റിട്ടയർഡ് SP-ക്ക് സഹായം നൽകിയിരുന്നതായി പറയുന്നുണ്ട്. ഇവർ 3 പേരും തന്നെയും അദ്ദേഹത്തിനൊപ്പം തന്നെ കൊച്ചിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ടീമിലുണ്ടായിരുന്നവരാണ്, ഒപ്പം സേവനം നടത്തിയിരുന്നവരാണ്. ഇവർ 3 പേരും ഇദ്ദേഹത്തിന് പല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതായി പറയുന്നുണ്ട്. പ്രധാനമായും ചില ഗുണ്ടാ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിനാണ് സുനിൽ ജേക്കബ് ശ്രമിച്ചിരുന്നതായും പറയുന്നുണ്ട്. ഇത്തരം കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് അദ്ദേഹം നേരിട്ട് ചില തവണ പോലീസ് സ്റ്റേഷനിൽ എത്തിയതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നേരെ, അതായത് സെൻട്രൽ സ്റ്റേഷന് നേരെ എതിരെ തന്നെയാണ് ഇത്തരം ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. പലപ്പോഴും ചില പരാതിക്കാർ ഇവിടേക്ക് സമീപിക്കുകയും തുടർന്ന് പല ഉദ്യോഗസ്ഥരെയും വിളിച്ച് നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതുമായും വിവരം ലഭിച്ചതായും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ എറണാകുളം റേഞ്ച് IG ആയിരുന്ന MR അജിത് കുമാർ അത് സുനിൽ ജേക്കബിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തൊഴിലിടങ്ങളിൽ പരിശോധന നടത്താൻ ശ്രമിക്കുന്നു, അനാവശ്യ രീതിയിൽ ഇടപെടലുകൾക്ക് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ സമീപിച്ചിരുന്നു. ഇതിന് മറുപടിയായി നേരത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പോലീസിന് വേണ്ടി സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നു പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇത് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ DGP TP സെൻകുമാർ മുദ്രവെച്ച കവറിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഇത്തരം കാര്യങ്ങളാണ് വിശദമാക്കുന്നത്. അരുൺ. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.